എടാ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു മറ്റേ ഷഹബാസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ആ വീഡിയോയിൽ തോന്നി ഞാൻ എന്താ പറയാ പറഞ്ഞത് മറ്റേ ഗവൺമെന്റിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേ ഇന്ത്യൻ ജുഡീഷ്യറിനെ കുറിച്ച് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്താ പറയാ ഇഞ്ച നാവ് അതിന് വയങ്ങായിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു തെറ്റാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനെ കുറിച്ച് ആർട്ടിക്കിളിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ 1948 ആർട്ടിക്കിൾ 26 പ്രകാരം പറയുന്നുണ്ട് ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്. സംഭവം എന്താ വെച്ചാൽ 18 വയസ്സ് വരെ ഓരോ കുട്ടിക്കുള്ള മൗലിക അവകാശപ്പെട്ട സംഭവമാണ് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ എക്സാം എഴുതാന്നുള്ളത്. പക്ഷേ ആ സംഭവം നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിൽ ഉന്നയിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും അതിദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ട ഷഹബാസിന് കിട്ടാതെ ഇന്നേ വരെ ഷഹബാസിന് കിട്ടാതെ ഇന്ത്യയാണ് ഈ 5 പേർക്കും ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും പോലീസിന്റെ എസ്കോർട്ടോട് കൂടിയാണ് അവർ എക്സാം എഴുതാൻ പോകുന്നത്. ഒരു സ്കൂൾ അവർക്കായിട്ട് അലൗഡ് ചെയ്താണ് അവർ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരാളെ ഡീബാർ ചെയ്താൽ, ഒരാൾ കോപ്പി വെച്ച് ഡീബാർ ചെയ്താൽ അവന് പിന്നെ എക്സാം എഴുതാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഒരാൾ കൊന്നിട്ട് ഈ പോലീസിന്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ അലൗഡ് ചെയ്തതാണ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഷഹബാസ് എന്ന് പറഞ്ഞാൽ മറ്റ് കൊലയാളികളെ പോലെയായിരുന്നു. പിന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനെന്താ വെച്ചാൽ ഈ ഒരു കേസ് മറ്റ് കേസുകളെ പോലെ തള്ളിപ്പോവാണെങ്കിൽ ഇനി അങ്ങോട്ട് ക്രിമിനലുകളുടെ എണ്ണം കൂടാണ് ചെയ്യാം. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മൾ കണ്ടുവന്നതാണ് സ്വന്തം ഉമ്മനെ വെട്ടിക്കൊല്ലുന്നത്, അപ്പോൾ തന്നെ വീട്ടിലുള്ള ആൾക്കാരെ കൊല്ലുന്നത്. ഇതിന്റെ ഒക്കെ ഫസ്റ്റിൽ വരുന്ന സംഭവം എന്താ വെച്ചാൽ ഡ്രഗ്സ് ആണ്. ഇവരെ എന്താ പറയുക, ഒരു ശിക്ഷയും ഇവർക്ക് കൊടുക്കുന്നില്ല എന്നതാണ്. അതാണ് ഇവർക്ക് തയ്ച്ച് വളരാൻ പ്രചോദനമാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് എന്തെങ്കിലും രീതിയിലുള്ള എന്താ പറയുക ശിക്ഷകൾ, നല്ല രീതിയിലുള്ള ശിക്ഷകൾ തന്നെ ഇവർക്ക് കൊടുക്കണം. പിന്നെ പലരെയും മനസ്സിലൊരു സംഭവം എന്താ വെച്ചാൽ ഇത് താമരശ്ശേരിയിലെ നടന്നതാണ്. അല്ല, ഇത് കേവലം താമരശ്ശേരി മാത്രമല്ല നടന്നത്. ഇപ്പോൾ ഓരോ ജില്ലയിലും ഓരോ സ്ഥലത്തും ദിവസവും നടന്നെടുക്കുന്ന ഒരു സംഭവമാണ് ഈ റാഗിങ്ങും അല്ലെങ്കിൽ ഡ്രഗ്സ് അബ്യൂസും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇതിനുള്ള നടപടികൾ വീട്ടിൽ നിന്ന് എടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കാൻ നോക്കണം. ഓക്കെ.